നമുക്ക് 6:30-ക്കാണ് ഇത് സംഭവം നടന്നത്. ഒരു 30ഓളം വരുന്ന ആളുകളാണ് അതിന് മുമ്പ് താമസിച്ചിരുന്നത്. അപ്പൊ അവരിപ്പോ നാട്ടിലെ പെരുന്നാളും ഇവിടെ മഴയായതുകൊണ്ട് പണി കുറഞ്ഞതുകൊണ്ട് ഒരു 17 പേരാണ് ഇപ്പൊ നിലവിലുണ്ടായിരുന്നത്. 6:30-ക്ക് അവർ ജോലിക്ക് ആനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത്. അപ്പൊ 3 പേരാണ് ഉള്ളിലുണ്ടായിരുന്നത്. അതുകൊണ്ട് പണിക്ക് പലരും ഇറങ്ങിയത് കൊണ്ട് കൂടുതൽ പേരിലെ അപകടത്തിൽപ്പെടാതെ നമുക്ക് സാധിച്ചു. ഇപ്പൊ 3 പേര് ആണ്. അപ്പൊ അത് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും റെസ്ക്യൂ ടീമുകളും വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവരെ പുറത്തെടുക്കാനും ബിൽഡിംഗ് ഒക്കെ മാറ്റി അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ജീവൻ എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവരെ മറ്റു നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അകത്ത് ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സൂചന എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാവരും പൂർണ്ണമായും ഇടിഞ്ഞ ഭാഗങ്ങൾ മണ്ണ് മാറ്റി പരിശോധിച്ചു. അപ്പൊ അവിടെ കൂടെ താമസിച്ചിരുന്ന ആളുകൾ പറഞ്ഞ 3 പേരാണ് പറഞ്ഞത്. 3 പേരും ഉള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി ഇടിഞ്ഞ ഭാഗം പൂർണ്ണമായിട്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തി പൂർത്തീകരിച്ചു. പിടിയാൻ ബാക്കി നൽകുന്ന ബിൽഡിങ്ങിനെ കൂടി ഡിസ്പോസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥരാരാണ്? കാരണം ഇതൊരു പഴകിയ കെട്ടിടമെന്നാണ് മനസ്സിലാവുന്നത്. കാരണം കനത്ത മഴയിലൊക്കെ അത് അപകടാവസ്ഥയിലായ ഒരു കെട്ടിടമായിരിക്കുമല്ലോ ഇത്. നായത്തോടൻ വിശംബരൻ എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ ഓണർ. അവരാണ് സ്വകാര്യ വ്യക്തികളുടെ വീടാണ് അത്. അവിടെയാണ് താമസിച്ചിരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.